പ്രശാന്ത്, ഈ ട്രംപ് എല്ലാം തെറ്റിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ആര് ചെന്ന് കഴിഞ്ഞാലും അത് വലിയൊരു രാജകീയമായിട്ടുള്ള സ്വീകരണമാണ്. നമുക്ക് രാഷ്ട്രതലവന്മാരൊക്കെ മറ്റൊരാളെ എതിരേൽക്കുകയൊക്കെ ചെയ്യുമ്പോഴേ അതിൻ്റേതായ ചില പ്രോട്ടോക്കോളുണ്ട്. ഇന്ത്യയിൽ നിന്ന് ആര് ചെന്ന് കഴിഞ്ഞാലും അവിടെ വലിയൊരു സ്ഥാനം തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചെത്തിയ വിദേശകാര്യമന്ത്രി ജയശങ്കറിന് ലഭിച്ച സ്വീകരണം അല്ലേ? ഇന്ത്യ ഇപ്പം ലോകം മൊത്തം അംഗീകരിക്കാൻ തയ്യാറാണ്. സാർ ഇപ്പം ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു നെറുകയിൽ ചെന്നിട്ട് ഇന്ത്യക്കാരനെന്ന് പറഞ്ഞാൽ വലിയ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോഴും ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇന്ത്യയെ മോശമാക്കി കാണുന്നതിനും അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നതിനും അങ്ങനെ വിചാരിക്കുന്നതിനുമൊക്കെയാണ് താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇപ്പം അടുത്ത ദിവസങ്ങളിൽ വളരെ കൂടുതലായിട്ടുള്ള ഒരു പ്രചരണം സാറ് കണ്ടില്ലേ? നരേന്ദ്രമോദിയെ വിളിച്ചില്ലല്ലോ, അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചില്ലല്ലോ, അപ്പം പുള്ളിയായിട്ടുള്ള വലിയ ബന്ധമൊന്നുമില്ല കാര്യം. ഇങ്ങനത്തെ ഒരു പ്രചരണം നടത്തി ആത്മനിർവൃതി അല്ലെങ്കിൽ തേടുന്ന ഇന്ത്യക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മോദി വിളിച്ചില്ലെങ്കിലും മോദിക്ക് അവിടെ കയറിച്ചില്ല. വിളിച്ച് അങ്ങനെ കയറി. ഇന്നലെ നടന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സ്ഥലം. സത്യപ്രതിജ്ഞ ചെയ്യുന്നിടത്ത് സാമന്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ അവിടെ വിധേയപ്പെട്ടിരിക്കുന്നവർ ഇത് കണ്ടിട്ടില്ലയോ? ചില കാര്യങ്ങൾക്കൊക്കെ ചില ആൾക്കാർ വന്നേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്നതുപോലെ അടിമകളെ പോയി താഴെ ചെന്നിരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി അല്ല ഇന്ത്യയുടെ ഭരണാധികാരി എന്ന് ഈ പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. ചൈനയെ അദ്ദേഹം വിളിച്ചു, ചൈനയുടെ പ്രസിഡന്റിനെ വിളിച്ചു, വൈസ് പ്രസിഡന്റിനെ വിട്ടു. ബാക്കിയുള്ള രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങൾ. നമ്മുടെ അടുത്തിപ്പം ശ്രീലങ്ക വന്നിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന മാലി വന്നിരിക്കുന്ന പോലെ, മറ്റു വന്നിരിക്കുന്ന പോലെ. ഇത് ഇന്ത്യ ആ ലെവലിൽ നിന്നൊക്കെ വളരെ ദൂരെയാണ് സാറേ. ഇപ്പം അമേരിക്കയിലോട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെന്നാൽ അമേരിക്കൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യ തയ്യാറാവേണ്ട ഏതൊക്കെ രീതിയിലുണ്ട്? സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുന്നു അറിയാമല്ലോ, രാഷ്ട്രപതി ഭവൻ തയ്യാറാവുന്നു, പ്രധാനമന്ത്രിയുടെ ഓഫീസ് തയ്യാറാവുന്നു, ഇന്ത്യയിലെ മൊത്തം ഫോഴ്സ് തയ്യാറാവുന്നു, അലേർട്ടാവുന്നു. അതേ മാനസികാവസ്ഥയിലും അതേ രീതിയിലുമൊക്കെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോൾ അമേരിക്ക ചെന്നാലും. അവിടുത്തെ ഈ ഇന്നലത്തെ സെക്യൂരിറ്റി സംവിധാനം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് അതിൻ്റെ വട്ടം നിൽക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ ആ സെക്യൂരിറ്റി സംവിധാനം അവിടെ ഒരുക്കേണ്ടതായിട്ട് വരും. മാത്രവുമല്ല, ഇത്തരത്തിൽ ഒരു ചടങ്ങിലായിട്ട് പോയി സമയം കളയാൻ പ്രാപ്തമായിട്ടുള്ള അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ചെല്ലും. ഔദ്യോഗികമായിട്ട് ഡേറ്റ് അല്ലെങ്കിൽ ഇന്ന ദിവസം വരണമെന്ന് അദ്ദേഹം അവിടുത്തെ രാഷ്ട്രത്തലവൻ തീരുമാനിക്കും. ഇവിടുത്തെ രാഷ്ട്രത്തലവൻ ആ ഡേറ്റിന് വില്ലിങ് ആണെങ്കിൽ അവിടെ ചെല്ലും. അവിടെ ചെന്നതിന് ശേഷം ഈ ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്നു. അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ അല്ലാതെ അവിടെ പോയി ചായം കുടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ബന്ധുക്കൾ വരുമ്പോൾ ചായം കുടിച്ചിട്ട് പോകുന്ന രീതിയിലുള്ള കാര്യമല്ലല്ലോ. ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് അവിടെ വരെ സഞ്ചരിച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ഗുണമാകുന്ന നയതന്ത്ര കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്നതിന് വേണ്ടിയാണ് പോകുന്നത്, അല്ലാതെ വേറൊന്നിനുമല്ല, വേറെ സൗഹൃദം പങ്കിടാനല്ല പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ പറയാനും ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും കഴിയുന്ന സമയത്ത് അവർ തമ്മിൽ ബന്ധപ്പെടുത്തുള്ളൂ. അതിന് ഇവിടെ കിടക്കുന്ന ഇതിനെപ്പറ്റിയൊന്നും അറിയാത്ത കുറേ ആൾക്കാർ അപ്പം ഇവിടെ വിളിച്ചു, ക്ഷണിച്ചു, അവർ പേഴ്സണലി എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇന്നലെ അദ്ദേഹം ട്വീറ്റ് ഇട്ടിരിക്കുന്ന മൈ ഫ്രണ്ട്, അമേരിക്കയുടെ പ്രസിഡന്റിനെ മൈ ഫ്രണ്ട് എന്ന് വിളിച്ച് സംബോധന ചെയ്യണമെങ്കിൽ, സാർ മുമ്പേ പ്രോട്ടോക്കോളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എല്ലാവർക്കും നടക്കത്തില്ല, അതിന് അനുവാദമില്ല. അദ്ദേഹത്തെ മൈ ഫ്രണ്ട് എന്ന് വിളിച്ച് സംബോധന ചെയ്ത് ട്വീറ്റ് ഇടണമെങ്കിൽ അത്തരത്തിൽ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ട്വീറ്റ് ഇടാൻ കഴിയുന്നതും ആ സൈസിൽ അദ്ദേഹത്തെ എൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തിട്ടുള്ള എത്ര ലോക നേതാക്കൾ ഉണ്ടെന്ന് ഈ പരിഹസിച്ച ആൾക്കാരും ട്രംപിനെ വിളിച്ചില്ല എന്ന് പറയുന്ന ആൾക്കാരും വളരെ കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതേ ത്രാസിൽ തന്നെ തുലനം ചെയ്യാവുന്നതാണ് സാറേ. ഈ ട്രംപ് വരുന്നതിന് മുമ്പേ അതിന് മുമ്പിരുന്ന പ്രസിഡന്റും ഒബാമയ്ക്കല്ല മുമ്പിരുന്ന പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ചെല്ലുമ്പോൾ സാധാരണ അമേരിക്കൻ പ്രസിഡന്റ് വന്ന് സ്വീകരിക്കത്തില്ല. എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ച് ഇദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. അത് സൗദി സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെല്ലുമ്പോൾ ലോകത്ത് ഇതുവരെ ഈ നിലനിന്നിരുന്ന പ്രോട്ടോക്കോൾ വരെ ലംഘിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നു.
അത്രയ്ക്ക് വലിപ്പത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്ക ഉൾപ്പെടെ, അമേരിക്ക കഴിഞ്ഞുള്ളല്ലോ ലോകക്രമത്തിൽ ഇന്ന് ലോകക്രമം എങ്ങനെ പോകണമെന്ന് ഇപ്പോഴും തീരുമാനിക്കുന്നു. ലോകത്തിൽ എല്ലാത്തിനും സമ്പത്തിലും സൈന്യശക്തിയിലും മറ്റെല്ലാ സംവിധാനത്തിലും ഒന്നാമത് നിൽക്കുന്ന അമേരിക്ക. ആ അമേരിക്ക പോലും പ്രോട്ടോകോൾ ലംഘിക്കുന്നു. പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പ്രോട്ടോകോൾ ലംഘിക്കുന്നു നമുക്ക് അംഗീകരിക്കാം. ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇന്നലെ നമ്മുടെ ജയശങ്കറിന്റെ മുമ്പിൽ പോലും പ്രോട്ടോകോൾ ലംഘിച്ചു. ജയശങ്കറിനെ ഇരുത്തിയത് ഒന്നാമത്തെ റോയിലാണ്. ലോകം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ റോയിൽ, അല്ലെങ്കിൽ മൂന്നാമത്തെ റോയിലും അഞ്ചാമത്തെ റോയിലും ജാപ്പനീസ് ഈ വിദേശകാര്യമന്ത്രിയും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി ഇരിക്കുമ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഒന്നാം നിരയിൽ ഇരിക്കുകയും അതുപോലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, ബാക്കിയുള്ള രാജ്യങ്ങളിലെ വന്നിട്ടുള്ള രാഷ്ട്രത്തലവന്മാരുടെ റോയിൽ ഒന്നാം സ്ഥാനം കൊടുത്തിരുത്തുന്നു. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെന്നില്ലെങ്കിൽ പോലും അവിടെയും പ്രോട്ടോകോൾ ലംഘിച്ച് ഇന്ത്യക്ക് വേണ്ട പരിഗണന ഇവിടുന്ന് വിട്ട അതിഥിക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളവർക്കും കൊടുക്കുന്നു. അത്രയ്ക്ക് വലിപ്പത്തിലാണ് ഇന്ത്യ. പുച്ഛിക്കുന്നവർക്ക് പുച്ഛിക്കാനേ ഒക്കൂ. ചന്ദ്രൻ ഉദിച്ച് നിൽക്കുമ്പോൾ രാത്രി പട്ടി കിടന്ന് കുറയ്ക്കും. അവസാനം ഈ ചന്ദ്രൻ എന്തെങ്കിലും പറ്റും സാറേ, പട്ടി ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുമെന്നുള്ളതല്ലാതെ യാതൊരു നിവൃത്തി. അപ്പം ഇന്ത്യയെ ആ രീതിയിൽ വളർത്തിക്കഴിഞ്ഞു. ഇന്ത്യയുടെ ഭാഗമല്ലാതെ ഒരു രാജ്യത്തിനും സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള നിർമ്മാണമുള്ള ഇന്ത്യ. അതുപോലെ തന്നെ ഇന്നലെ ലോകത്ത് പലയിടങ്ങളിൽ യുദ്ധം നടക്കുമ്പോൾ മോദി എന്തു പറയുന്നു, അതിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ളതും ലോകം മോദി പറഞ്ഞാൽ തീരും എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ്. അത് പുടിനോടായാലും നമ്മുടെ ഉക്രൈൻ്റെ അല്ലേ, പിന്നെ നേരിട്ട് പറയാനുള്ള ഒരു ചങ്കൂറ്റം കാണിച്ചു. റഷ്യയിൽ ചെന്നപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കും. റഷ്യയിൽ ചെന്നപ്പം റഷ്യയിലെ പല രാഷ്ട്രത്തലവന്മാരും ചെല്ലുമ്പോൾ പലയിടത്താണ് സ്വീകരണം. ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ച് ആനയിച്ചിരുത്തിയെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ആ വസതിയിൽ ആരെയും കയറ്റത്തില്ല. അപ്പൊ ഇതിനപ്പുറം ഇല്ല, അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്നത് തന്നെ എന്താണ്, ഞാൻ ബുദ്ധന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത് പറഞ്ഞാൽ സമാധാനത്തിന്റെ ദൂതനാണ് ഞാൻ. അതെ, അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പം ഈ ട്രംപിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം ട്രംപ് പറഞ്ഞല്ലോ, ഞാൻ റഷ്യയുടെ ഉക്രൈൻ യുദ്ധത്തിൽ ഇടപെടും, ഇസ്രായേൽ യുദ്ധത്തിൽ ഇടപെടും, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്തെല്ലാം സമാധാനം ഉണ്ടാക്കും. ഇസ്രായേലിൻ്റെ യുദ്ധത്തിൽ ഇടപെടാൻ സാധിക്കുകയും ആ കരാർ ഒപ്പിടിയിക്കാൻ സാധിക്കുകയും ഒരുപക്ഷെ ട്രംപിന് നടന്നു. പക്ഷേ റഷ്യയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടെങ്കിൽ തന്നെയും അത് നേരിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു റഷ്യൻ, കാരണം അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ പോലും റഷ്യൻ പ്രസിഡന്റ് എടുത്ത് ആജ്ഞാപിക്കാനോ അല്ലെങ്കിൽ ഇന്നതങ്ങ് നടത്താനോ ഒന്നും പറഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റ് അംഗീകരിച്ചു കൊടുക്കുന്നത് അത്ര പവർഫുള്ളാണ് റഷ്യ. അത് നമുക്കിപ്പോഴും അറിയാം. പക്ഷേ ആ റഷ്യൻ പ്രസിഡന്റും നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞാൽ കേൾക്കും. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞാൽ അദ്ദേഹം കേൾക്കും. ആ കാര്യം ആലോചിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്ന അർത്ഥത്തിൽ ആ കാര്യം നടപ്പിലാക്കാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരു, ഇത് കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ ഒരു നേട്ടമാണ്. ഇദ്ദേഹം വന്നതിന് ശേഷമാണ് ഇന്ത്യക്ക് ഇദ്ദേഹം വന്നതിന് ശേഷമാണ് ഇന്ത്യക്ക് ഈ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് 5 കൊല്ലത്തിനകത്ത് ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് ലോകത്ത് പല യൂറോപ്യൻ രാജ്യങ്ങളെയും പുറകിലാക്കുന്ന രീതിയിലേക്ക് പോകുമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ട് വെളി വന്നിട്ടുണ്ട്. സാർ വേണമെങ്കിൽ നോക്കിയാൽ മതി. അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ. നമ്മുടെ കയറ്റുമതി, ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതി മാത്രം അമേരിക്കയിൽ മാത്രം 35% ഇന്ത്യയിൽ നിന്നാണ്. അത് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ 35%, നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ 35% അമേരിക്കയിലേക്കാണ്. അപ്പം നമ്മുടെ സാധനം മോശമാണ്, നമുക്ക് മോശമാണ്, ഇന്ത്യക്കാർക്ക് മോശം കേട്ടോ. നമ്മുടെ സാധനം മോശമായിട്ടാണ്. നമ്മുടെ മരുന്ന് 100 ഉദാഹരണത്തിന് 100 ഗുളിക വയ്ക്കുമ്പോൾ 35 ഗുളിക മേടിക്കുന്ന അമേരിക്കക്കാരനാണ്, മോശമായിട്ടാണ്. വേറെ പല ഇലക്ട്രോണിക് സാധനത്തിൻ്റെ കയറ്റുമതി യൂറോപ്യൻ രാജ്യങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതലാണ് ഇവിടുന്ന്. അതായത് മാനുഫാക്ചറിങ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യം. ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതൊക്കെ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് സമയമില്ല. ഭീഷ്മയുടെ കൊലപാതകം, തൂക്കുകയറാറ്റോ, ഇന്നത്തെ ഏറ്റവും ഫ്രണ്ടിൽ സാറ് കണ്ടില്ലേ, എല്ലാ വാർത്ത കൊടുക്കണം. ഏറ്റവും വലിയ വാർത്തയാണ്. ട്രംപിൻ്റെ ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഒരു അമേരിക്കൻ സാറിൻ്റെ മുമ്പിൽ സാറോ അമേരിക്ക ഇത്ര നിലവാര തകർച്ചയിലേക്ക് ഇവിടുത്തെ മാധ്യമങ്ങൾ മാറിയിരിക്കുകയാണ്. കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയിലുടനീളം ഞാൻ പറയുന്നില്ല, ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു എന്ന് വെച്ചാൽ ട്രംപിൻ്റെ പടം കൊടുത്താൽ ചിലപ്പോൾ ഇന്ന് പത്രം എടുത്തില്ലോ എന്ന് മാധ്യമങ്ങൾ തോന്നുന്നത് കൊണ്ടാണ് ഇന്ന് ഗ്രീഷ്മയുടെ ഏറ്റവും മുമ്പിലിട്ടിരിക്കുന്നത്.
ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് അധികാരമേറ്റ് പറഞ്ഞ കാര്യങ്ങൾ ഒരു പക്ഷേ പത്രത്തിൻ്റെ മുൻ പേജിൽ അടിച്ചാൽ ഇന്ന് പത്രം വാങ്ങിക്കുമോ എന്ന് പത്രക്കാർക്ക് പോലും ആശങ്കയുള്ള ഒരു ജനതയായിട്ട് കേരളത്തിലെ ജനം മാറുക. അതിന് പകരം ഗ്രീഷ്മയുടെ ആണെങ്കിൽ എളുപ്പം മേടിക്കും. രണ്ട് കൊലയാളികളുടെ രണ്ട് കൊലയാളികൾ, അതാണ് താല്പര്യം. അത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ താല്പര്യം. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഈ പറയുന്നത് പോലെ വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്, നമ്മളെക്കാട്ടി കൂടുതൽ ഒരുപക്ഷെ ഭക്ഷണം കുറച്ച് കഴിക്കുന്നവരുണ്ട്. പക്ഷേ അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരവും അവൻ്റെ അറിവും അവൻ്റെ കാര്യവും ഒക്കെ പ്രൊമോട്ട് ചെയ്ത് വിട്ടാൽ ഇതിനെക്കാട്ടി കൂടുതലാണ്. അവന് കാര്യങ്ങൾ അറിയാം. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പ് പോലെ ആഘോഷിച്ചതാണ് പത്രമാധ്യമങ്ങളൊക്കെ. തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ അല്ല, അതിനകത്ത് വേറെ ഇതുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കൻ ലോ ക്രമം അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചത് പോലും ആരെയാണെന്ന് പരിശോധിക്കുമ്പോൾ അമേരിക്കയുടെ ലോകക്രമം അല്ലെങ്കിൽ അമേരിക്കയുടെ ഇനിയുള്ള പോക്ക്, നാഷണലിസ്റ്റിൻ്റെ പോക്ക്, ദേശീയതയുടെ പോക്ക്, അത്തരത്തിലുള്ള ആൾക്കാരെ ലോകം മൊത്തം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എൻ്റെ ശ്രമമെന്നും അത്തരത്തിലുള്ള ആൾക്കാരെ മാത്രമേ അമേരിക്കൻ പ്രസിഡന്റ് സൗഹൃദത്തിൽ വെച്ചിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചിട്ടുള്ളതേ. പല രാജ്യങ്ങളിലെയും ഭരണാധികാരിയെ വിളിക്കാതെ അവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്. കാരണം ആ ഭരണാധികാരികൾ ഈ പറയുന്ന നാഷണലിസ്റ്റ് ചേരിയിലല്ലാത്തവരും പ്രതിപക്ഷ നേതാക്കന്മാർ ആ നാഷണലിസ്റ്റ് ചേരിയെ പ്രൊമോട്ട് ചെയ്യുന്നവരുമാണ്. അപ്പം ആ രീതിയിൽ ഈ പത്രങ്ങൾ ഇലക്ഷൻ സമയത്ത് ട്രംപ് ജയിക്കത്തില്ല എന്ന് സാർ പറഞ്ഞോട്ടെ പ്രചരണം കൊടുത്ത പത്രങ്ങളാണല്ലോ. ട്രംപ് ജയിച്ചപ്പോൾ അവർക്ക് വീണ്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ട്രംപിനെ വീണ്ടും മറച്ചു പിടിക്കുന്നു. ട്രംപ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 8 കൊല്ലം ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് ഇനിയും ഈ രാജ്യത്തുണ്ടാകാത്ത ഒരവസ്ഥയിലേക്ക് പോകും. ഇന്നലെ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ രാജ്യം ഈ പഴയ അമേരിക്കയാക്കും, അല്ലെങ്കിൽ പഴയ അമേരിക്കയുടെ പൈതൃകം വീണ്ടെടുക്കുന്ന രാജ്യമാവും. ഇവിടുത്തെ കടന്നു കയറി ജീവിക്കുന്ന ക്രിമിനൽസിനെ പുറത്താക്കും. ഈ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിച്ചിട്ട് മറ്റ് രാജ്യങ്ങളുടെ അതിർത്തി സംരക്ഷിക്കാൻ ഞാൻ പോകത്തുള്ളൂ. അപ്പോൾ എല്ലാ രീതിയിലും ആ ബൈബിളിനെ ഉയർത്തിക്കാണിച്ച്, അല്ലെങ്കിൽ അവരുടെ സംസ്കാരം, ആ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു സംസ്കാരം, അതിനെ ഉയർത്തിപ്പിടിച്ച് അവർക്ക് നഷ്ടപ്പെട്ട ആ രാജ്യത്തിൻ്റെ വേണമെങ്കിൽ പൈതൃകം വീണ്ടെടുക്കുന്നതിന് വേണ്ടി വോട്ട് ചോദിക്കുകയും അതങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു ട്രംപിനെയാണ് നമ്മൾ ഇന്നലെ കണ്ട്. നമ്മൾ പറയാൻ ആഗ്രഹിച്ചതല്ല, നമ്മളുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിച്ച് ട്രോളിടുന്ന, ഫേസ്ബുക്ക് പോക്കിടുന്ന, അതിനെ ആശ്വസിക്കുന്നവരെടുത്ത് പറയുന്നു, പ്രധാനമന്ത്രി പോകേണ്ടത്രയും വലിപ്പത്തിലുള്ള ഒരു ചടങ്ങല്ല അവിടെ നടന്നത്. അതിന് യോഗ്യമായിട്ടുള്ള ഒരാളെ നമ്മൾ അയച്ചു. അവിടെ ചെന്നപ്പോൾ ആ ഇന്ത്യയിൽ നിന്ന് ചെന്ന ആൾക്ക് പ്രോട്ടോക്കോൾ പോലും ലംഘിച്ച് വരവേൽപ്പ് നൽകിയ അമേരിക്കയുടെ നടപടി ഈ കളിയാക്കിയവർ കണ്ടാൽ അത് മനസ്സിലായെങ്കിൽ നമുക്ക് തൃപ്തിയുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വലിപ്പത്തിലാണ് ഇന്ത്യ എന്നുള്ളത്, അത്രയ്ക്ക് വലിപ്പത്തിലാണ് ഇന്ത്യയുടെ വളർച്ച, അത്രയ്ക്ക് വലിപ്പത്തിലാണ് അമേരിക്ക ഉൾപ്പെടെ രാജ്യം ഇന്ത്യയെ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.